എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. എന്തെങ്കിലും നേടണമെന്ന്, ആരെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന്, കൂടുതൽ നല്ല ബന്ധങ്ങൾ വേണമെന്ന്, കൂടുതൽ അറിവ് നേടണമെന്ന്, കൂടുതൽ നല്ല മനുഷ്യരാവണമെന്ന്, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? പിന്നെ എന്താണ് വിജയത്തിൻ്റെ രഹസ്യം? ആഗ്രഹത്തേക്കാൾ വലുതായി എന്തോ ഉണ്ട്. അനേകായിരങ്ങൾ സ്വപ്നം കാണുന്ന ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒന്നോ രണ്ടോ പേർ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആഗ്രഹമല്ല, അതിയായ ആഗ്രഹമാണ്. അതിനെ നമ്മൾ വാശി എന്ന് വിളിക്കണം. എത്ര കാരണങ്ങൾ പറയാനുണ്ടെങ്കിലും ചെയ്തു തീർക്കാതെ അത് നേടാതെ പിന്മാറാതെ ഇരിക്കാൻ അവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ വാശിയാണ്. നമുക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന്, കാരണങ്ങൾ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും മുന്നോട്ട് പോവാം. ഒരിക്കലും ഇവ രണ്ടും ഒന്നിച്ച് നടക്കുകയില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും എളുപ്പമല്ല. എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും നേടിയായിരുന്നേനെ. ഈ ലോകത്ത് നമ്മുടെ ചുറ്റുമുള്ള ആയിരങ്ങളും പതിനായിരങ്ങളും ഇതേ സ്വപ്നങ്ങൾ കാണുന്നു. നമ്മുടെ ചുറ്റും 1000 മെസ്സിയും 1000 റൊണാൾഡോയുമൊക്കെ ഉണ്ടായിരുന്നേനെ. പക്ഷേ സ്വപ്നങ്ങൾ മാത്രം പോരാ, ഓരോന്നിനും അതിൻ്റേതായ വില കൊടുക്കണം. എന്ത് നേടണമെങ്കിലും അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ കാണുന്നത് ഗോൾ വല കുലുക്കുന്ന മെസ്സിയെ ആയിരിക്കും. നമ്മൾ കാണുന്നത് തിരശ്ശീലയിൽ തിളങ്ങി നിൽക്കുന്ന ടൊവിനോയെ ആയിരിക്കും. മെസ്സി ആ ഒരു ഗോൾ അടിക്കാൻ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ഗോളുകൾ അടിച്ച് പഠിക്കുന്നത് നമ്മൾ കാണാറില്ല. അതിരാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നതും ദിവസം 6 മണിക്കൂർ ഗ്രൗണ്ടിൽ വിയർപ്പൊഴുക്കുന്നതും നമ്മൾ കാണാറില്ല. നമ്മൾ ആകെ കാണുന്നത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന 90 മിനിറ്റുകൾ മാത്രം. അടുത്തു പോവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ചാൻസ് ചോദിച്ച് നടന്ന് കിട്ടിയ അവസരങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ടൊവിനോയെ നമ്മൾ കാണാറില്ല. നിർത്താൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കാണും. പല പ്രാവശ്യം നമ്മൾ തോറ്റുപോയിട്ടുണ്ടാവും. പല പ്രാവശ്യം മറ്റുള്ളവർ കളിയാക്കിയിട്ടുണ്ടാവും. അവർ കണ്ടിട്ടില്ല നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഉറക്കമൊഴിച്ച രാത്രികൾ, മടുത്തുപോയിട്ടും അധ്വാനിച്ച നിമിഷങ്ങൾ. ഒന്നില്ലെങ്കിൽ കാരണങ്ങൾ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് വളരാം. ഇത് രണ്ടും ഒരുമിച്ച് നടത്താൻ കഴിയില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളാണ് അധ്വാനിക്കേണ്ടത്, നമ്മളാണ് വില കൊടുക്കേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ കഷ്ടപ്പെടും. എല്ലാവരും ഇതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി ഞാൻ റെഡിയായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ റെഡിയാവില്ല. നീന്താൻ തുടങ്ങുമ്പോഴാണ് നീന്തൽ പഠിക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് കൈകൊട്ടുമ്പോഴല്ല. വെള്ളത്തിൽ ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ നീന്തൽ പഠിക്കുന്നത്, അല്ലാതെ പാലത്തിൽ നിന്ന് നോക്കുമ്പോഴല്ല. തുടങ്ങുക, പ്രവർത്തിക്കാൻ തുടങ്ങുക. ജഡ്ജ് ചെയ്യുന്നവർ ജഡ്ജ് ചെയ്യട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. പക്ഷേ അവസാനം നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കും. ഇന്ന് മികച്ചു നിൽക്കുന്ന എല്ലാവരും ഒരു ദിവസം കളിയാക്കൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. മുമ്പിൽ ഒരു വഴിയുമില്ല എന്ന് തോന്നിയിട്ടുള്ളവരാണ്. പലപ്പോഴും മടുത്തുപോയിട്ടുള്ളവരാണ്. അവർ മുന്നോട്ട് പോയി, കാരണം അവർക്ക് വാശിയുണ്ടായിരുന്നു. നമ്മളും മുന്നോട്ട് പോകും, കാരണം നമുക്കും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിനു വേണ്ടി പരിശ്രമിക്കാൻ ചങ്കുറപ്പുള്ള മനസ്സുമുണ്ട്.